ശ്രീമൻ നാരായണീയം ദശകം 3 ഭക്തിപ്രാർത്ഥന. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 7. ഓം നമോ ഭഗവതേ വാസുദേവായ. വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവദ്ക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവൽമൂർത്യാലോകേ നയനം അധ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. ക്ലേശാൻ വിധൂയ, രോഗങ്ങളെല്ലാം മാറ്റി, എൻ്റെ എല്ലാ രോഗങ്ങളെയും മാറ്റി, മേ എൻ്റെ ചരണയുഗ്മം 2 കാലിനും ഭവത് ക്ഷേത്രപ്രത്തു നെന്തിരുവടിയുടെ ക്ഷേത്രത്തിലെത്താനും. അസുഖങ്ങളെല്ലാം മാറിയാലാണ് എനിക്ക് ഭഗവത് ക്ഷേത്രത്തിലേക്ക് സഞ്ചരിച്ച് വരാൻ പറ്റുള്ളൂ, നടന്നെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റി എൻ്റെ 2 കാലുകൾക്കും നെന്തിരുവടിയുടെ ക്ഷേത്രത്തിലെത്താനും. കരം തേ പൂജനവിധൗ, കയ്യിന് തേ നെന്തിരുവടിയുടെ പൂജനവിധൗ പൂജ ചെയ്യാനും. പൂജനവിധൗ അപിച്ച പൂജ ചെയ്യാനും. നയനം കണ്ണിന്. ഭവൻമൂർത്തി ആലോകെ നെന്തിരുവടിയുടെ തിരുവുടൽ കാണുവാനും. അഥ പിന്നെ ഘ്രാണം തേ പാദതുളസീ പരിഘ്രാണേ, മൂക്കിന് തേ നെന്തിരുവടിയുടെ പാദങ്ങളിലെ തൃപ്പാദത്തിലെ തുളസീ പരിഘ്രാണേ തുളസിയുടെ പരിമളം നുകരാനും, തുളസിയുടെ ഗന്ധം ആസ്വദിക്കാനും. ശ്രവണം തേ ചാരുചരിതേ അപി, കാതിന് തേ നെന്തിരുവടിയുടെ ചാരുചരിതേ അപി മധുര കഥ കേൾക്കുവാനും. ധൃതരസം കുരു ഉത്സാഹമുണ്ടാക്കിത്തരണേ. കാല് കയ്യ് എന്ന കർമ്മേന്ദ്രിയങ്ങൾക്കും കണ്ണ് കാത് മൂക്ക് എന്ന ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഭഗവാന്റെ നേരെ താല്പര്യം ജനിപ്പിച്ചു തരണേ, ഉണ്ടാക്കിത്തരണേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. വാക്ക് എന്ന കർമ്മേന്ദ്രിയത്തിന് ഭഗവത് ഗുണകഥാകഥനത്തിൽ ഭഗവാന്റെ കഥകൾ പറയുന്നതിൽ താല്പര്യമുണ്ടാക്കണേ എന്ന പ്രാർത്ഥനയും ഇതിൽ കൂടി പറയുന്നുണ്ട്. ശ്രവണം, കീർത്തനം, പാദസേവനം, അർച്ചനം, വന്ദനം എന്നിങ്ങനെയുള്ള 5 വിധം ഭക്തിയുടെ പ്രാർത്ഥന ഈ ശ്ലോകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തന്റെ ലക്ഷണമായിട്ട് തന്നെ നേരത്തെ പറയുന്നുണ്ട് ഭഗവാന്റെ ഗുണകഥകൾ പറയുക, കേൾക്കുക, ഇതെല്ലാം. ഇനി ഇവിടെ ഭഗവാന്റെ ഭക്തി ജനങ്ങളുടെ എല്ലാം ക്ലേശങ്ങളെ അകറ്റും എന്ന് പറഞ്ഞു. 2 കാലുകൾക്കും എൻ്റെ 2 കാലുകൾക്കും ക്ഷേത്രത്തിൽ എത്താനും, അതുപോലെ തന്നെ കൈകൾക്ക് പൂജകൾ ചെയ്യുവാനും, കണ്ണുകൾക്ക് ഭഗവാന്റെ ആ തിരുവുടൽ കാണുവാനും, മൂക്കിന് ആ പാദങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന തുളസിയുടെ സുഗന്ധം ആസ്വദിക്കാനും, ചെവികൾക്ക് ഭഗവാന്റെ കഥകൾ, ഗുണകഥകൾ, മധുരമുള്ള കഥകൾ കേൾക്കാനുമുള്ള ഉത്സാഹം എനിക്കുണ്ടാക്കി തരണേ എന്ന് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ കൂടി ഭഗവാനോട് പറയുകയാണ്, അപേക്ഷിക്കുകയാണ് ഭഗവാനോട്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.